അപ്പൊ ഇനി വേറെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, പാലക്കാടും ചേലക്കരയിലും. പാവം കോൺഗ്രസ്സുകാർ പെടാൻ പോവാണ്. എന്താ സ്ഥിതി? പാലക്കാട് BJPക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ അലയൊലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ചേലക്കര BJP CPM-ന് വോട്ട് ചെയ്യും. കൃത്യമായ പ്ലാനിംഗ്. ആരാ നേതൃത്വം? ഈ പറയുന്ന ADGP അജിത് കുമാർ. പാർലമെന്റിൽ ഒരു സീറ്റ്, നിയമസഭയിൽ ഒരു സീറ്റ്. അത് അങ്ങേരങ്ങ് ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം. ഇതാണ് ഞാൻ ഈ പറയുന്ന നെക്സസ്. ഈ രാഷ്ട്രീയ നെക്സസ് തുടർന്നാൽ എന്ത് നീതിയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഈ നെക്സസിന്റെ വലിപ്പം. ഇതിലെല്ലാ പാർട്ടിയിലെയും ഉന്നതരായ നേതാക്കന്മാരുടെ ചില വിഭാഗങ്ങളുണ്ട്. എന്താണ് മാമി കേസ് എവിടെയും എത്താത്തത്? 13 മാസം മുമ്പ് കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ കൂട്ടുകാരോടൊപ്പം വണ്ടിയിൽ കയറിപ്പോയ മാമിയെ കാണാനില്ല. ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രം ദൂരമാണ് മാമി സഞ്ചരിച്ചിട്ടുള്ളത്. ടവർ ലൊക്കേഷൻ അങ്ങനെയാ പറയുന്നത്. എവിടെ പോയി മാമി? അവിടെയാണ് ഈ നെക്സസ് പ്രവർത്തിക്കുന്നത്. ഒന്നും അറിയാത്ത ഒരു സാധു പയ്യൻ റിദാൻ ബാസിൽ എങ്ങനെയാണ് കൊലയപ്പെടുന്നത്? ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ADGP അജിത് കുമാറും സുജിത് ദാസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഈ റിദാൻ ബാസിലിന്റെ ഫോണിലുണ്ടായിരുന്നു അത്രേ. ഇടക്കാലത്ത് റിദാൻ ബാസിലിനെ പോലീസ് ഒരു ഇൻഫോമറായി ഉപയോഗിച്ചിരുന്നു. ആ ഇൻഫർമേഷന്റെ ഭാഗമായി പോലീസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, വീഡിയോകൾ, വളരെ അപകടകരമായ ഫോൺ സന്ദേശങ്ങൾ റിദാൻ ബാസിലിന്റെ കയ്യിലെത്തുന്നു. റിദാൻ ബാസിൽ ഏറ്റവും അടുത്ത അവന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു വർഷം മുമ്പ് ഈ ഡാൻസ് ഓഫ് സംഘം ഈ റിദാൻ ബാസിലിനെ ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി 1 വർഷത്തോളം ജയിലിലടച്ചതാണ്. ജയിലിൽ നിന്നാണ് മറ്റു ചങ്ങാത്തങ്ങൾ ഉണ്ടാകുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റിദാൻ ബാസിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ ഇൻഫോം ചെയ്യുന്ന, ചെറിയ ചെറിയ വിവരങ്ങൾ കൊടുക്കുന്ന പോലീസിന്റെ ഡാൻസ് ഓഫിന്റെ ഒരു ഇൻഫോമറായി മാറുക. അപ്പോ പോലീസിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള നല്ലൊരു മനസ്ഥിതിയോട് കൂടിയിട്ടാണ് കരുതി കൂട്ടി ഈ റിദാൻ ബാസിൽ ഇൻഫോമറായി മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പോലീസിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന് ഈ കാര്യങ്ങൾ പിടികിട്ടുന്നത്. എന്തിനേറെ പറയുന്നു, മലപ്പുറം ജില്ലയിലെ ഒരു പോലീസ് ഓഫീസറോട് ഈ മരിക്കുന്നതിന്റെ 2 മാസം മുമ്പ് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ചില തെളിവുകളുണ്ട്, അത് ഞാൻ പുറത്തുവിടും. ഒരു പക്ഷേ ആ വിവരം അറിഞ്ഞാൽ അവർ എന്നെ ഇല്ലായ്മ ചെയ്തേക്കാമെന്ന് അന്ന് പോലീസിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് റിദാൻ ബാസിൽ മൊഴി പറഞ്ഞിരിക്കുന്നു. SITയുടെ അന്വേഷണം ഇപ്പോഴും എവിടെ എത്തുന്നില്ല. ഞാൻ നൽകിയ പരാതിയിൽ SIT അന്വേഷിക്കേണ്ടതാണ് ഈ കേസ്. SIT അതിന്റെ ഇനീഷ്യൽ അന്വേഷണം നടക്കുന്നതിനിടക്ക് തന്നെ ഈ അന്വേഷണം മരവിപ്പിച്ച് കിട്ടാൻ എടവണ്ണ പോലീസ് ഈ കേസുള്ള മഞ്ചേരി കോടതിയിൽ വിചാരണ നിർത്തിവെക്കണമെന്നും പുനരന്വേഷണത്തിന് അവർക്ക് ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകുന്നു. കോടതി ആ അപേക്ഷ അംഗീകരിക്കുന്നു. കോടതിക്ക് അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ അത് അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല.
അപ്പോ SIT-യിൽ നിന്ന് അത് പോയി. ഇപ്പൊ ആരാ അന്വേഷിക്കുന്നത്? മുന്നേ അന്വേഷിച്ച അതേ സ്റ്റേറ്റ് പോലീസ്, അജിത് കുമാർ. അങ്ങനെ കൂട്ടുപിടഞ്ഞു കിടക്കുന്നു. ഇതാണ് നാടിന്റെ അവസ്ഥ. സുജിത് ദാസ് IPS മലപ്പുറം ജില്ലയിൽ SP ആയി വന്നതിന് ശേഷം ഈ മലപ്പുറം ജില്ലക്കുണ്ടായ പോലീസിൽ ഈ ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ക്രിമിനൽ സംഘം പോലീസിൽ രൂപപ്പെടുകയാണ്. അവരുടെ ജോലി മയക്കുമരുന്ന് കച്ചവടം. മയക്കുമരുന്ന് അവർ തന്നെ ഇറക്കുമതി ചെയ്യുന്നു, അത് വിൽക്കാൻ ആളുകളെ ഏൽപ്പിക്കുന്നു. അവരിൽ നിന്ന് തന്നെ ഇരകളെ കണ്ടെത്തി കേസിൽ കൊടുക്കാൻ അപരാധികളോടൊപ്പം അപരാധികളുടെ എണ്ണം തികഞ്ഞില്ലെങ്കിൽ നിരപരാധികളെ കേസിൽ ബുക്ക് ചെയ്യുന്നു. എത്ര എണ്ണം സർക്കാർ ഉദ്യോഗസ്ഥൻ ജാമ്യം നിൽക്കേണ്ട പല കേസുകളിലും. കാരണം റിക്കവറി നടത്തുമ്പോ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വേണം ഇത് റെക്കോർഡ് ചെയ്യാൻ. ആ റെക്കോർഡ് ചെയ്ത പല കേസുകളിലും ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ആ സ്പോട്ടിലില്ല. പക്ഷേ അവരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിടിച്ച് വാങ്ങിയിരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ മയക്കുമരുന്ന് പിടികൂട്ടിയിട്ടുള്ളത് എന്ന്. പക്ഷേ അവരുടെ ടവർ ലൊക്കേഷൻ ആ സമയത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന തിരൂര് താനൂര് പാലത്തിന്റെ ചോട്ടിലൊന്നും ഈ വില്ലേജ് ഓഫീസറും ഈ പറയുന്ന താലൂക്ക് ഉദ്യോഗസ്ഥരൊന്നും ആ സ്ഥലത്തില്ല. അന്വേഷണം വരുമ്പോൾ വരിയായിട്ട് വരാൻ പോവുകയാണ്. നിരപരാധികളെ ജയിലിൽ തള്ളിയ കേസുകൾ സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ ആ കേസ് ഈ സാധാരണ മനുഷ്യരെ കുടുക്കി ജയിലിലടച്ച ഉദ്യോഗസ്ഥന്മാർ ജയിലിലേക്ക് പോകും. ഒരു പ്രപഞ്ച സത്യം പോലെ ഈ തെളിവുകൾ ഇവിടെ കിടക്കുക. പക്ഷേ അന്വേഷണം വഴിതിരിച്ചു വിടുന്നു.